മിമിക്രി രംഗത്ത് നിന്നും സിനിമാ രംഗത്തെത്തിയ സംവിധായകർ. മലയാള സിനിമയിൽ മിമിക്രി ലോകത്തു നിന്നും സിനിമയിലെത്തിയ സംവിധായകരെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഫാസിൽ മിമിക്രി ലോകത്തു നിന്നും സിനിമാ ലോകത്തെത്തി സംവിധായക മേലങ്കി അണിഞ്ഞ സംവിധായകനായിരുന്നു ഫാസിൽ. ആലപ്പുഴ SD കോളേജിലായിരുന്നു ഫാസിലിന്റെ കോളേജ് വിദ്യാഭ്യാസം. SD കോളേജിൽ ഫാസിലിന്റെ സഹപാഠിയായിരുന്ന ശ്രീ നെടുമുടി വേണുവും ഒരുമിച്ച് ചേർന്ന് രണ്ടുപേരുടെ ഒരു ഷോ ആയിട്ടാണ് ഫാസിൽ തന്റെ മിമിക്രി ജീവിതം ആരംഭിക്കുന്നത്. അക്കാലഘട്ടത്തിൽ നിരവധി വേദികളിൽ ഫാസിലും നെടുമുടി വേണുവും ഒരുമിച്ച് മിമിക്രി പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. മിമിക്രിയിൽ ഫാസിൽ അവതരിപ്പിച്ചിരുന്ന ഫാസിലിന്റെ ഇനം സിനിമാ താരങ്ങളുടെ അനുകരണമായിരുന്നു. സത്യൻ, പ്രേം നസീർ, ശിവാജി ഗണേശൻ, ഗോവിന്ദൻകുട്ടി തുടങ്ങിയ താരങ്ങളെയായിരുന്നു ഫാസിൽ പ്രധാനമായും വേദികളിൽ അനുകരിച്ചിരുന്നത്. ഫാസിലിന്റെ പിതാവിന് ഫാസിലിനെ ഒരു ഡോക്ടറാക്കണമെന്നായിരുന്നു ആഗ്രഹം. പക്ഷേ ഫാസിലിന്റെ കലയോടുള്ള അടങ്ങാത്ത അഭിനിവേശം ഫാസിലിനെ സിനിമയിലെത്തിച്ചു. നവോദയ സ്റ്റുഡിയോ ആയിരുന്നു ഫാസിലിന്റെ സിനിമയുടെ തട്ടകം. നവോദയയുടെ ചില സിനിമകളിൽ അസിസ്റ്റന്റ് ഡയറക്ടറായി പ്രവർത്തിക്കുകയും 1980 നവോദയയുടെ നിർമ്മാണത്തിൽ മലയാളം റൊമാൻറ്റിക് ത്രില്ലർ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന എവർഗ്രീൻ മൂവി സംവിധാനം ചെയ്തുകൊണ്ട് സിനിമാ സംവിധാന രംഗത്തേക്ക് അരങ്ങേറുകയും ചെയ്യുകയായിരുന്നു ഫാസിൽ. ഈ സിനിമയിൽ ശങ്കർ, പൂർണിമ ജയറാം, മോഹൻലാൽ എന്നിവരായിരുന്നു പ്രധാന താരങ്ങൾ. നെടുമുടി വേണു ഒരു വള്ളക്കാരന്റെ വേഷത്തിലും അഭിനയിച്ചിട്ടുണ്ട്. ശങ്കറും പൂർണിമ ജയറാമുമായിരുന്നു നായികന്മാർ. മോഹൻലാൽ വില്ലനായിരുന്നു. 1980 സൂപ്പർ ഹിറ്റ് മൂവിയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. ഇന്നത്തെ സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ ആദ്യം റിലീസായ സിനിമയായിരുന്നു മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ. മോഹൻലാൽ ആദ്യമായി അഭിനയിച്ചത് തിരനോട്ടം എന്ന സിനിമയിൽ ആയിരുന്നുവെങ്കിലും ആദ്യം റിലീസായത് ഫാസിലിന്റെ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ ആയിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ പാട്ടുകളെല്ലാം തന്നെ സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റുകളായിരുന്നു. ബിച്ചു തിരുമലയുടെ ലിറിക്സിന് സംഗീതം നൽകിയത് ജെറി അമൽദേവ് ആയിരുന്നു. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളുടെ പ്രൊമോഷൻ പോസ്റ്റർ ഡിസൈൻ ചെയ്തത് പ്രശസ്തനായ PN മേനോൻ ആയിരുന്നു. ഒരു സംവിധായകൻ എന്ന നിലയിൽ ക്ലാസിക് റൊമാൻറ്റിക് ത്രില്ലറായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എന്ന സിനിമ ഫാസിലിന്റെ കരിയറിലെ മേജർ ലാൻഡ്മാർക്കായി മാറി. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിനെ തുടർന്ന് 1981 മോഹൻലാലിനെയും മാസ്റ്റർ കുഞ്ചാക്കോ ബോബനെയും പ്രധാന നടീനടന്മാരാക്കി ധന്യ എന്ന സിനിമ സംവിധാനം ചെയ്തു. തുടർന്ന് മറക്കില്ലൊരിക്കലും, എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്, ഈറ്റില്ലം, നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട് തുടങ്ങിയ സിനിമകൾ സംവിധാനം ചെയ്തുകൊണ്ട് ഫാസിൽ എന്ന സംവിധായകൻ മലയാള സിനിമയിലെ മുൻനിര സംവിധായകരുടെ നിരയിലേക്ക് ഉയർന്നു. 1983 എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക്, 84 നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, 86 പൂവിന് പുതിയ പൂന്തന്നൽ, 87 മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ, 1991 എൻ്റെ സൂര്യപുത്രിക്ക്, 92 പപ്പയുടെ സ്വന്തം അപ്പൂസ്, 93 മണിച്ചിത്രത്താഴ്, 97 അനിയത്തിപ്രാവ്, 98 ഹരികൃഷ്ണൻസ് തുടങ്ങിയ സിനിമകൾ ഫാസിൽ എന്ന സംവിധായകനെ മലയാള സിനിമയിലെ ഹിറ്റ് മേക്കറാക്കി മാറ്റി. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഫാസിൽ തന്റെ സംവിധായക സാന്നിധ്യം അറിയിച്ചു. പൂവേ പൂച്ചൂടവ, പൂവിഴിവാസലിലെ, എൻ ബൊമ്മക്കുട്ടി അമ്മാവുക്ക്, വർഷം 16, അരങ്ങേറ്റവേളൈ, കർപ്പൂരമുല്ലൈ, കിളിപ്പേച്ച് കേക്കവ, കാതലുക്കു മര്യാദൈ, കണ്ണുക്കുൾ നിലാവ്, ഒരു നാൾ ഒരു കനവ് തുടങ്ങിയ തമിഴ് സിനിമകൾ ഫാസിലിന്റെ സംവിധാനത്തിൽ വിജയം കൊയ്ത സിനിമകളാണ്. 1991 കില്ലർ എന്ന ഒരു തെലുങ്കു സിനിമയും ഫാസിൽ സംവിധാനം ചെയ്തിട്ടുണ്ട്. 1993 ഫാസിൽ സംവിധാനം ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന മലയാള സിനിമയ്ക്ക് ബെസ്റ്റ് പോപ്പുലർ സിനിമയ്ക്കുള്ള നാഷണൽ അവാർഡും ലഭിച്ചു. മിമിക്രിയിൽ നിന്നും സിനിമാ ലോകത്തെത്തി വെന്നിക്കൊടി പാറിച്ച ഫാസിൽ ഏതാണ്ട് 24 പരം മലയാള സിനിമകളും 10 പരം തമിഴ് സിനിമകളും ഒരു തെലുങ്ക് സിനിമയും സംവിധാനം ചെയ്യുകയും ഏതാണ്ട് 6 സിനിമകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. 1980 ഫാസിൽ സംവിധാനം ചെയ്ത ആദ്യ സിനിമയായ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിന് ഏറ്റവും നല്ല ജനപ്രിയ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും 1983 ഫാസിൽ ഡയറക്റ്റ് ചെയ്ത എൻ്റെ മാമാട്ടി കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള സ്റ്റേറ്റ് അവാർഡും ഇതേ സിനിമയ്ക്ക് തന്നെ മികച്ച സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡും 1984 ഫാസിൽ സംവിധാനം ചെയ്ത നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, 1986 ചെയ്ത എന്നെന്നും കണ്ണേട്ടൻ്റെ എന്നീ സിനിമകൾക്കും 1993 ചെയ്ത മണിച്ചിത്രത്താഴ് എന്ന സിനിമയ്ക്കും മികച്ച പോപ്പുലർ സിനിമയ്ക്കുള്ള സ്റ്റേറ്റ് അവാർഡ് ഫാസിലിന് ലഭിച്ചിട്ടുണ്ട്.
1985 പൂവേ പൂച്ചൂടവ എന്ന സിനിമയ്ക്ക് മികച്ച സംവിധായകനുള്ള തമിഴ്നാട് സ്റ്റേറ്റ് അവാർഡും ഫാസിൽ സ്വന്തമാക്കിയിട്ടുണ്ട്. മിമിക്രി ലോകത്തു നിന്നും സിനിമാ ലോകത്തെത്തി കഴിവ് തെളിയിച്ച സംവിധായകരിൽ ഒന്നാമനാണ് ഫാസിൽ എന്ന് തന്നെ നമുക്ക് പറയാം.